ഇൻമേറ്റ്സിന് മോർണിംഗ് വാക്കിന് കൊണ്ടുപോകാറായില്ലേ? അതിന് ഞാനുണ്ടല്ലോ. ഞാൻ തന്നെ ദിവസവും അവരെ കൊണ്ടുപോകണമെന്നാണ്. സാരമില്ല, ഇന്നു മുതൽ ഈ ജോലി ഞാൻ ആയിക്കൊള്ളാം. ഇത് മാത്രമല്ല, ഇൻമേറ്റ്സിനെ സംബന്ധിക്കുന്ന ഈ വക കാര്യങ്ങളല്ല, അല്ലാതെ തന്നെ വേണ്ടത്ര ജോലി സ്റ്റീഫൻ ഓഫീസിലുണ്ടല്ലോ. ഇത്തരം ഭാരങ്ങൾ ഒഴിയുമ്പോൾ ആ ജോലികളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും കഴിയും, ഇല്ലേ? യു ക്യാൻ ഗോ. ഫോട്ടോ എന്തേ ഇത്? റേഷൻ കടയിൽ അരി വാങ്ങാൻ നിൽക്കുന്ന പോലെ നിരനിരയായിട്ട്? ഇങ്ങനെയൊന്നും വേണ്ട. അവരവരുടെ സൗകര്യത്തിന് ഫ്രീ ആയിട്ട് നടക്കാം. കുറെ നേരം നടക്കുമ്പോ ഇരിക്കണമെന്ന് തോന്നിയാ ഇരിക്കാം. പിന്നെ കുറെ തമാശകൾ പറയാം. വേണമെങ്കിൽ കടലിൽ ഇറങ്ങി കൈയും കാലും ഒക്കെ നനയ്ക്കാം. അത് കൊള്ളാം. 15 മിനിറ്റ് കൊണ്ട് കണിയാമ്പാറ വരെ പോയി അവിടുന്ന് 15 മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ചിവിടം വരെ വരണ്ടേ? എന്തിനാ അത്? ഓട്ട മത്സരമൊന്നും അല്ലല്ലോ. പ്രധാന ഉദ്ദേശം കുറച്ച് കാറ്റുള്ള ഇറങ്ങി നടക്കുമ്പോ കൈക്കും കാലിനും ഒക്കെ ഒരു ചെറിയ വ്യായാമം, അത്രേ ഉള്ളൂ. ശ്രീമാൻ ആർക്കയുടെ നിർദ്ദേശം നിത്യവും 1 മണിക്കൂറെങ്കിലും പ്രഭാത വ്യായാമ സവാരി നടത്തണമെന്നാണ്. അത് പാടെ നിരാകരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആലീസിന്റെ ഒരു ഭരണപരിഷ്കാരം. ഉറക്ക ഗുളിക നിർത്തലാക്കിയതോടെ രാത്രി മുഴുവൻ ഉറക്കമില്ലാണ്ട് പയ്യാരം പറഞ്ഞിരിക്കുന്ന കിളവന്മാരും കിളത്തികളും വ്യായാമ സവാരി ഉല്ലാസ സവാരിയായി. ചിരി കളി എന്ന് വേണ്ട, വയസ്സന്മാർക്ക് ചെയ്തുകൂടാത്തതെല്ലാം ചെയ്തു തുടങ്ങി. ഇതൊന്നും പോരാഞ്ഞ് കുറെ വർക്കത്തില്ലാത്ത പ്രാവുകളെ വാങ്ങിച്ച് ഇപ്പൊ അവ മുറ്റത്തും വരാന്തയിലും കാഷ്ടിക്കുക. ഇനി എന്നാണോ സാറിന്റെ ക്യാബിനിലും വന്ന് കാഷ്ടിക്കാന്ന് ആർക്കറിയാം? ആർക്കെ സാർ ഉള്ളപ്പോ എല്ലാം സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാന്ന് വെച്ച, അതും ഇന്നലെ വന്ന ഒരു നഴ്സ്. പട്ടാളത്തിലൊക്കെ ഇങ്ങനെ ആയിരിക്കും ഇല്ലേ? തനിക്ക് നേരാവണ്ണം സംസാരിക്കാനുള്ള കഴിവ് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഓടോ. വേണ്ട, മണി 7:30 അത്താഴത്തിനുള്ള ബെല്ലി കൊടുക്കാനുള്ള സമയമായി. ബെല്ലടി ശബ്ദം കേട്ടാലേ അത്താഴം ഇറങ്ങുന്നൊന്നുമില്ലല്ലോ. അതില്ല. സ്റ്റീഫൻ വീക്കെൻഡിൽ നാട്ടിൽ പോകുമ്പോ വീട്ടിൽ എങ്ങനെയാണ് പതിവ്? ഊണിന് നേരാകുമ്പോ മണിയടിച്ചിട്ടല്ലോ അപ്പച്ചനെയും അമ്മച്ചയും വിളിക്കാറ്. ഞാൻ സ്നേഹത്തോടെ ചെന്ന് വിളിക്കും. സ്നേഹത്തോടെ ചെന്ന് വിളിച്ചാൽ ഇവരും വരും. നമുക്കിനി അങ്ങനെ മതി. എന്താ ഇതയച്ചു മാറ്റൂ. മാറ്റാൻ സാർ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും ആരും കഴിച്ചിട്ടില്ല. വേണ്ട. രാവിലെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് പോലും വേണ്ടെങ്കിൽ ആരും കഴിക്കണ്ട. സാർ, 60നും 75നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് അധികവും. മരുന്നും ഭക്ഷണവും കഴിക്കാതെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആൻസറബിൾ. യെസ് സർ. എനിക്ക് ആകപ്പാടെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നുന്നു. ആകപ്പാടെ ശരീരത്തിന് ഒരു ഘനക്കുറവ്. ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും അവസാനത്തിന്റെ ഒരു തുടക്കം. എന്നാലും വേണ്ടില്ല, ഇത് ഇന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അത് ഈ ജന്മത്തിൽ ഏതായാലും ഇല്ല.
നേരിട്ട് വലിപ്പിക്കാതെ അങ്ങ് വേഗം വിളിക്കുന്നുണ്ട് പടച്ചോനെ. ഭഗവാനെ കൊലക്കുറ്റത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും, ഉറപ്പാ. തോമസ് കുട്ടിയുടെ കത്ത് വന്നില്ലേ സ്റ്റീഫ? അതെന്താ വരാത്തെ? ആന്നോ? എന്റെ മോന്റെ കത്ത് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. എന്നിട്ട് പറയുന്ന കേട്ടില്ലേ ആന്ന്? ഒന്നെങ്കിൽ വരുന്ന കത്ത് നീ എടുത്ത് മാറ്റി വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പോസ്റ്റ്മാൻ മനഃപൂർവ്വം കൊണ്ട് തരാത്തതാ. ഇയാൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടെങ്കിലല്ലേ? തള്ളെ ഒരു വക കണാവുണ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ആ ആലീസ് വരച്ചു വെക്കുന്ന ഓരോ വില നോക്കണേ. ഓരോരുത്തരുടെ വട്ടിന് കൂട്ട് നിന്ന് 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 കൊല്ല മറ്റോർക്കാം. നിങ്ങളുടെ മോൻ ചത്തു. എന്ത്? 2 കൊല്ലം മുമ്പ് പഞ്ചാബിൽ എങ്ങാണ്ട് കിടന്ന് വെടികൊണ്ട് ചത്തു. ചത്തവൻ എങ്ങനെ കത്തെഴുതും? സ്വൈര്യം കിടത്താണ്ട് അവിടെങ്ങാനും പോയി കിടക്കിത്തള്ളേ. എന്താണോ പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? എന്റെ തോമസ് കുട്ടി മരിച്ചെന്നോ? എടാ പിന്നെ എന്റെ മോനെ കൊല്ലാൻ നിനക്ക് ധൃതിയായി അല്ലേടാ? പിന്നെ നീ എന്താടാ പറഞ്ഞത്? എന്റെ തോമസ് കുട്ടി മരിച്ചെന്നോ? ഇവൻ ഈ ദുഷ്ടം പറഞ്ഞത് കേട്ടോ നിങ്ങൾ? എന്റെ തോമസ് കുട്ടി മരിച്ചു എന്ന്. ഇനി ഒരിക്കലും അവന്റെ കത്ത് വരില്ലെന്ന്. ഇവർക്ക് ഭ്രാന്താണ്. സോറി മിസ് ആലീസ്, അല്ലാണ്ട് ശല്യപ്പെടുത്തിയപ്പോ അറിയാണ്ട് സത്യം പറഞ്ഞു പോയത്. ഏത് സത്യം? എന്ത് സത്യം? നിങ്ങൾ ആരെങ്കിലും ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പറയൂ. എന്റെ തോമസ് കുട്ടി ജീവിച്ചിരിപ്പില്ലേ? അവന്റെ കത്തിനി വരില്ലേ? സത്യം ഇവൻ പറഞ്ഞത് നുണയല്ലേ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. എന്റെ തോമസ് കുട്ടി ജീവിച്ചിരിപ്പില്ലേ? ഈശ്വരന്റെ ഹിതത്തെ തിരുത്തി എഴുതുവാൻ അല്പപ്രാണികളായ നമ്മളെ കൊണ്ടാകുമ്പോ അറിയാമോ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. മോളെങ്കിലും പറ, ഇത് നുണയാണെന്നൊരു വാക്ക് മോളെങ്കിലും പറ. ഞാൻ മോളെ കാലം പിടിക്കാം. മോളെ. Don't understand what you are up to, Miss Alice. I don't get you, sir. This is an institution. ഇത് കൊച്ചുകുട്ടികൾക്കുള്ള നഴ്സറി സ്കൂളല്ല. ഈ സ്ഥാപനത്തിന് ഇതിൻ്റെതായ ചിട്ടകളും സമ്പ്രദായങ്ങളും ഉണ്ട്. ഇവിടെ ജോയിൻ ചെയ്ത് തന്നോട്ട് നിങ്ങൾ അവ ഓരോന്നായി ലംഘിക്കുന്നു. ഓട്ടെ, നിങ്ങൾ സ്വയം തിരുത്തുമെന്ന് കരുതി ഞാൻ ക്ഷമിച്ചു. ബട്ട് ഇന്നലെ ഇവിടുത്തെ വൃദ്ധരായ ഇൻമേറ്റ്സ് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി. ദാറ്റ് ഫോർ എ ഹോൾ ഡേ. എങ്ങാണ്ടെന്നൊരു ബസ്സും വാടകയ്ക്ക് എടുത്ത് നാട് മുഴുവൻ ചുറ്റിക്കറങ്ങുക. വിത്ത് ഹൂസ് പെർമിഷൻ? ആരോടും ചോദിക്കാതെ എത്തും പ്രവർത്തിക്കാൻ ഈ സ്ഥാപനത്തിന് എന്താ നാഥനില്ലെന്ന് കരുതിയോ? ക്ഷമിക്കണം സർ. ബസ് വാടകയ്ക്ക് എടുത്താണ് തെറ്റെങ്കിൽ അതിന്റെ വാടക ഇവിടുത്തെ ഫണ്ടിൽ നിന്ന് എടുക്കണ്ട, എന്റെ ശമ്പളത്തിൽ നിന്ന് എടുക്കാം. അത് ഞാൻ തീരുമാനിച്ചോളാം. ദാറ്റ് ഈസ് നോട്ട് ദി പോയിന്റ് ഐ വാസ് ഡ്രൈവിംഗ് അറ്റ്. ഐ നോ സർ. ഇവിടുത്തെ ചിട്ടകളും സമ്പ്രദായങ്ങളും ഞാൻ ലംഘിച്ചു എന്ന് സാറ് പറഞ്ഞല്ലോ. ക്യാൻ യു ടെൽ മീ ഹൗ? ഇവിടുത്തെ നിസ്സഹായരായ അന്തേവാസികളോട് ഒരു മകളെ പോലെ മനസ്സ് തുറന്ന് പെരുമാറിയതിലൂടെയോ? തിരിച്ചെന്നോടും അങ്ങനെ പെരുമാറാനുള്ള വിശ്വാസവും സ്വാതന്ത്ര്യവും അവരിൽ ഉണ്ടാക്കിയെടുത്തതിലൂടെയോ? അതോ അവരുടെ ഈ വയസ്സുകാലത്തെ കൊച്ചു കൊച്ചു ഇഷ്ടാനിഷ്ടങ്ങളെ ചവിട്ടി അരിക്കാതെ അവരെ ശുശ്രൂഷിക്കാൻ ശ്രമിച്ചതിലൂടെയോ? ടെൽ മീ സർ. അനുവാദം കൂടാതെ പുറത്തു കൊണ്ടുപോയി, ശരിയാണ്. അങ്ങയ്ക്കുള്ളിടത്തോളം ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും അവരുടെ കാര്യത്തിൽ എനിക്കുണ്ടെന്ന് ഞാൻ കരുതിപ്പോയി. ക്ഷമിക്കുക. അങ്ങൊരു കമാൻഡിംഗ് ഓഫീസറും ഇവിടുത്തെ അന്തേവാസികൾ തടവ് പുള്ളികളുമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മിസ് ആലിസ്, യു ആർ ക്രോസിംഗ് ദി ലിമിറ്റ്സ്. ഐ എം സോറി സർ. ഇത്രയും ബാലിശമായ ആരോപണങ്ങൾ അങ്ങേപ്പോലെ ലോകപരിചയമുള്ള ഒരു എക്സ് ബ്രിഗേഡിയറിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെ പോളിസികൾക്കും നിഷ്ഠകൾക്കും വഴങ്ങി ജോലി ചെയ്യാൻ തയ്യാറുള്ളവരെയാണ് എനിക്ക് ആവശ്യം. ഇവിടുത്തെ ഡിസിപ്ലിൻ അപ്പാടെ പൊളിച്ചെഴുതുന്നവരല്ല. പക്ഷെ ഞാൻ കരുതിയത് ഇവിടുത്തെ അന്തേവാസികളെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് സാറിന് ആവശ്യമെന്നായിരുന്നു. മിസ് ആലിസ്, ഭക്ഷണവും മരുന്നും പാർപ്പിടവും മാത്രമല്ല സാർ ഈ പാവങ്ങൾക്ക് ആവശ്യം. അതെന്നെ ആരും പഠിപ്പിക്കണമെന്നില്ല, എസ്പെഷ്യലി യു. എന്നെ അനുസരിക്കാൻ തയ്യാറുള്ളവർക്ക്
എന്റെ നിബന്ധനകൾക്ക് വിധേയമായി വേണമെങ്കിൽ ഇവിടെ കഴിയാം. അതർവൈസ് യു ക്യാൻ വാക്ക് ഔട്ട്. ഇഫ് യു ഫീൽ സോ, ഞാൻ പോയേക്കാം. താങ്ക് യു മിസ് ആലിസ്. നിങ്ങൾ എന്റെ ജോലി വളരെ എളുപ്പമാക്കി. താങ്ക് യു ബ്രിഗേഡിയർ, ആൻഡ് ഗുഡ് ബൈ. ഏത് നിമിഷത്തിലാണാവോ ഈ ജോലി മതിയെന്ന് തോന്നി ഇങ്ങോട്ട് വരാൻ തോന്നിയത്? വേണ്ടായിരുന്നു. ഓ, വന്നതുകൊണ്ടല്ലേ നിങ്ങളുമായിട്ട് ഇങ്ങനെ അടുക്കാനും നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി ഓരോന്ന് ചെയ്യാനും തോന്നിയത്? അതിനുവേണ്ട പ്രതിഫലം കിട്ടുകയും ചെയ്തു. വേണമെങ്കിൽ തുടരാത്രേ, മനസ്സില്ല എനിക്ക്. മോളെ, കുഞ്ഞു പോവുകയാണോ? അല്ല, ബ്രിഗേഡിയറുടെ ഉത്തരവനുസരിച്ച് നിങ്ങളുടെ കൂട്ടത്തിലോട്ടും കൂടുകയാണ്. RK സാർ കൊട്ടുന്ന ബാൻഡ് മേളത്തിനൊപ്പം ചൂട് വെച്ചിവിടെ കഴിഞ്ഞു. കമാന്നൊരു അക്ഷരം മിണ്ടാതെ. എന്നെ കിട്ടില്ല അതിന്. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ പോന്നു. നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? സഹിച്ചോളൂ. നമ്മളോട് ഇച്ചിരി അടുപ്പം തോന്നി കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് പെരുമാറിയതിനാ ഈ കുഞ്ഞിനെ പറഞ്ഞു വിടുന്നത്. മനസ്സ് തുറന്നൊന്ന് സന്തോഷിച്ചു തുടങ്ങിയത് ആ കൊച്ചു വന്നതിന് ശേഷമാ. കൂട്ടരെ, നമുക്കിത് അനുവദിക്കാൻ പാടില്ല. ആലിസ് കുഞ്ഞിനെ തിരിച്ചെടുപ്പിക്കണം. അല്ല, അത് നമ്മൾ വിചാരിച്ചാ മതിയോ? അതെ, ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവൂല. കുമാരി ആലീസ് RK സാറിനോട് പ്രസ്താവിച്ച കാര്യങ്ങൾ നമ്മുടെ കൂടെ വികാരമാണെന്നും അവരെ പിരിച്ചുവിട്ടതിൽ നമുക്ക് ശക്തിയായ പ്രതിഷേധമുണ്ടെന്നും ഉടൻ അറിയിക്കണം. അറിയിക്കണമെന്ന് വരാന്തേലും മുറിക്കകത്ത് വരുന്നു പറഞ്ഞാ മതിയോ? പോരാ, അദ്ദേഹത്തിന് മുഖത്ത് നോക്കി പൊട്ടി തുറന്നു പറയണം. അല്ല, ഈ പറയണം എന്ന് പറയുമ്പോ പറയണമെന്ന് തന്നെ താൻ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെന്ന് RK സാറിനോട് പറയണം. ഞാനും അതെ അതെ, അത് താൻ തന്നെ പറയണം. അത് ഇപ്പൊ തന്നെ വേണേണ്ട. ഞാൻ പറയാം, എനിക്കാരും ഒരു പേടിയില്ല. അത് കൊള്ളാം. ഒന്നുമില്ല, വെറുതെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. അതായത് നമ്മുടെ കുമാരി ആലീസ് അവരിവിടെ നിന്ന് രാജിവെച്ചു പോയി. അങ്ങനെ പോകരുതായിരുന്നു എന്നാണ് ഒരു എളിയ അഭിപ്രായം. അതവർ പോകുന്നതിന് മുമ്പ് അവരോട് പറയേണ്ടതായിരുന്നു. ഒന്നും കൂടി ഒരു പുനഃപരിശോധനയ്ക്ക് എന്റെ ഭാഗത്ത് നിന്നുമാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഇനി അവരതിന് തയ്യാറായി തിരിച്ചു വന്നാൽ തന്നെ അവരെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. വളരെ കഷ്ടമല്ലേ സാർ അത്? ഓഹോ, കൂട്ടനിവേദനമാണല്ലേ? ഇവിടെ ആര് വേണം ആര് വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഈ സ്ഥാപനത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഇവിടുത്തെ അന്തേവാസികൾ ഇടപെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭരണത്തിലൊന്നും ഞങ്ങളില്ല സാർ. ആലീസ് കുഞ്ഞിനെ തിരിച്ചു വിളിച്ചാൽ മാത്രം മതി. പിന്നെ എന്ത് വേണമെങ്കിലും ഞങ്ങൾ സഹിച്ചോളാം. സാധ്യമല്ല. എങ്കിൽ ഞങ്ങളെ കൂടെ അങ്ങ് പുറത്തിറക്കി വിട്ടേര്. അതെനിക്ക് കൂടെ തോന്നണമല്ലോ. കർക്കിടമുട്ടി സാറിന് മാത്രമേ ആകാവുന്നില്ലല്ലോ. ലോകത്തിനും ദൈവത്തിനും വേണ്ടാത്ത തെണ്ടികളാണ് സാർ ഞങ്ങൾ. ഗതികെട്ടാണ് ഇവിടെ വന്ന് അടിഞ്ഞതും സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾ മനുഷ്യരാണ് സാർ. ഞങ്ങളുടെ ഈ ഒരു കൊച്ചാവശ്യത്തിന് പോലും ഒരു വിലയുമില്ലെങ്കിൽ വേണ്ട സാർ, വേണ്ട. ജലപാനം കഴിച്ചിട്ടില്ല ആരും. അല്ല, ഒരു സംശയം. ഒരു സംശയം.
ആർക്കെ അയാളുടെ തീരുമാനം മാറ്റുന്നില്ല എന്ന് വെച്ചു. അതായത് ആലീസ് തിരിച്ചു വരുന്നില്ല എന്ന് വെച്ചു. എന്താ ഉദ്ദേശം? ഈ കിടപ്പ് ഇതേപടി തുടരും. ജലപാനം പോലും ഇല്ലാതെ? അതെ. മരണം വരെ? അല്ല, ആലിസ് കുഞ്ഞ് തിരിച്ചു വരുന്നത് വരെ. എന്താണ് എന്നെ ഇത്? തോന്നിയവാസം ആയിരിക്കാം. പക്ഷെ ഈ തോന്നിവാസത്തിൽ ആലോചിക്കേണ്ടതായ ഒരു ചെറിയ കാര്യമുണ്ട്. ഇതിനു മുമ്പും ഇവിടുത്തെ മേട്ടൻസ് പിരിച്ചു പോയിട്ടില്ലേ? പക്ഷെ അന്നൊന്നും ഏനക്കട് കണ്ടിട്ടില്ലല്ലോ. എന്താ അത്? വൈ? അറിയില്ല. അറിയണം. മെന്നെ 4-5 കൊല്ലമായി നിങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നു. ഇവർക്ക് ചെല്ലും ചെലവും കൊടുക്കുന്നു. പക്ഷെ 5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തൊരു കാര്യം വെറും 10 ദിവസം കൊണ്ട് ആ ആലിസ് നേടിയെടുത്തു. ഇവരുടെ മനസ്സിലുള്ള ഈ സ്ഥാനം, സ്നേഹം എങ്ങനെ കൈവശം കൊടുത്തിട്ടൊന്നുമല്ലല്ലോ. ആ കുട്ടിക്ക് വേണ്ടി മരിക്കാൻ വരെ ഇവർ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടി ഇവരെ തയ്യാറാവോ? വാട്ട് ഡസ് ദാറ്റ് മീൻ? നിങ്ങൾ പോലും അറിയാതെ തെറ്റിപ്പോയ ഏതോ ഒരിടത്ത് ഇവർക്ക് മനസ്സിലാകുന്ന ഒരു ശരി ആ കുട്ടി ചെയ്തു. അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഡോക്ടറിന്റെ തലയ്ക്കകത്ത് കാര്യമൊന്നും ചിന്തിക്കരുത്, പ്ലീസ് ഡോണ്ട്. അത്രയ്ക്കുള്ള മുട്ടൊന്നും എനിക്കില്ല മെന്നെ. ഈശ്വരൻ തലച്ചോറ് തരുന്നത് വല്ലപ്പോഴും മനുഷ്യത്വത്തിന്റെ വെളിവോടുകൂടി ചിന്തിക്കാനാണ്, അല്ലാതെ സ്വന്തം ഗർഭിന്റെ കൊമ്പ് മുളപ്പിക്കാനുള്ള വളമാക്കാനല്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഈ വാശിക്കിടയിൽ ഇവർക്കാർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ നിങ്ങൾ ആരായി? ഇത്രയും കാലം ചെയ്തു വരുന്ന ആതുര സേവനം എന്തായി? ആ, അടച്ചുകൂട്ടി വല്ല ഗോഡൌണും ആക്കാം നിങ്ങളുടെ ഈ സ്നേഹാലയം. ഹലോ സ്റ്റീഫൻ. ഡോക്ടർ, നാളെ ഞാൻ വിസിറ്റ് വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇതല്ലേ അവസ്ഥ. മറ്റന്നാൾ രാവിലെ അല്ലെങ്കിൽ പിറ്റേന്ന് വൈകിട്ട്. മരുന്നും ഭക്ഷണമൊന്നും ഇല്ലാതെ ഈ പ്രായത്തിൽ അതിക്കുള്ളൊന്നും കിടക്കുകയല്ല. എല്ലാം കഴിയുമ്പോൾ വിളിച്ചേര്. മരണ സർട്ടിഫിക്കറ്റ് കൂടെ എഴുതി തന്നാലല്ലേ എന്റെ ജോലി പൂർത്തിയാവും. ഡോക്ടർ, തനിക്ക് പറയാനുള്ളത് എഴുതി കൊടുത്തേച്ചേ. അതാ നല്ലത്. എന്നോട് ക്ഷമിക്കണം. തെറ്റെന്റെ ഭാഗത്തു നിന്നാകാം. പക്ഷെ ഈശ്വരനെ ഓർത്ത് ഈ ഉപവാസം അവസാനിപ്പിക്കും. ഞാൻ വേണമെങ്കിൽ കാലി പിടിച്ച് മാപ്പി ചോദിക്കും. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ സ്വയം ശിക്ഷിക്കരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എഴുന്നേറ്റ് എന്തെങ്കിലും കഴിക്കാൻ തയ്യാറാകും. ഞാൻ എന്തിനു സന്നദ്ധനാണ്. മിസ് ആലിസിനെ അവരുടെ വീട്ടിൽ പോയി ക്ഷമ പറഞ്ഞ് തിരിച്ചു വിളിച്ചുകൊണ്ടുവരാം. ആലിസ് കുഞ്ഞിനെ തിരിച്ചുകൊണ്ട് വരുമോ? സത്യമായിട്ട് ഞാൻ വാക്ക് തരുന്നു. എങ്കിൽ ഞങ്ങൾ ഉപവാസം അവസാനിപ്പിക്കാം. തിരിച്ചു വിളിക്കാമെന്ന് ആർക്കെ സാറ് ഇപ്പൊ സമ്മതിച്ച് നാവെടുത്തതേ ഉള്ളൂ. ക്ഷമിക്കണം സാർ. ഐ എം സോറി മിസ് ആലിസ്. എത്ര കൊല്ലമായി മേന്നെ എനിക്കറിയാം. ദുഷ്ടനാണെന്ന് വിചാരിച്ചാൽ പോലും ഏതളവ് വരെ പോകാനാണ്. ഉപവാസം അവസാനിപ്പിക്കാൻ നാരങ്ങാ നീരാണല്ലോ പതിവ്. കാലത്തെ തൊട്ട് കരുതി വെച്ചിരിക്കുകയാണ്. ഞാൻ പഞ്ചാബിൽ സന്തോഷം. ഒരു ഗ്ലാസ്